ഹായ് എവരിവൺ, നമ്മുടെ റെസ്പിറേഷനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റവും ഗേഷ്യസ് എക്സ്ചേഞ്ച് എങ്ങനെയാണ് നടക്കുന്നത്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്, പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് സെല്ലുലാർ റെസ്പിറേഷൻ അല്ലേ, അതായത് സെല്ലിനകത്തിൽ എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ റെസ്പിറേഷനിൽ എന്ത് ആവശ്യമുണ്ട്? ഓക്സിജൻ ആവശ്യമുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി എന്ന് പറയുന്നത് റെസ്പിറേഷൻ ഇൻ അതർ ഓർഗാനിസംസ്, അതായത് മറ്റ് ജീവജാലങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ശ്വസിക്കുന്നുണ്ട്. അതായത് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും റെസ്പിറേഷൻ നടത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ഹയർ ആനിമൽസിന്റെ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ അതല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഒരുപാട് ഓർഗൻസ് ഒക്കെ ചേർന്നിട്ട് ഒരു റെസ്പിറേറ്ററി സിസ്റ്റം ഒക്കെ ഉണ്ട് അല്ലെ. ഇനി ലോവർ ഓർഗാനിസംസിലാണെങ്കിൽ അങ്ങനെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു റെസ്പിറേറ്ററി സിസ്റ്റം ഒന്നുമില്ല. അപ്പൊ അവരുടെ റെസ്പിറേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. അപ്പൊ അതിനകത്തില് ഇപ്പൊ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയാണ്. അതായത് ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു. പക്ഷെ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസും ഒക്കെ എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഇപ്പൊ നമുക്കറിയാം അമീബ എന്ന് പറയുമ്പോൾ യൂണിസെല്ലാർ ഓർഗാനിസം ആണ് അല്ലെ. അവർക്ക് ഒരു സെല്ല് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സെല്ലിനകത്തിലേക്ക് ഓക്സിജൻ കിടക്കണം, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകണം. അപ്പൊ അവരുടെ ഗേഷ്യസ് എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്നതെന്ന് പറയുന്നത് ത്രൂ സെൽ മെംബ്രെയിൻ ആണ്. അതായത് കോശസ്തരത്തിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്? റെസ്പിറേഷൻ നടത്തുന്നത്. ഇനി അമീബ എന്ന് പറയുമ്പോൾ വാട്ടറിലാണുള്ളത്. അപ്പൊ വാട്ടറിൽ നിന്നും ഓക്സിജൻ എവിടെ കൂടി ഉള്ളിലേക്ക് കിടക്കുന്നു? സെൽ മെംബ്രെയിനിലൂടെ അകത്തേക്ക് കിടക്കും. ദെൻ അകത്തുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് സെൽ മെംബ്രെയിനിൽ കൂടി തന്നെ പുറത്തു പോകും. ദെൻ അടുത്തതെന്ന് പറയുന്നത് എർത്ത് വേം അല്ലെങ്കിൽ മണ്ണിരയാണെങ്കിൽ അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് സ്കിന്നാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എർത്ത് വേം എന്ന് പറയുമ്പോൾ അതിന് ഒരു മോയിസ്റ്റ് സ്കിൻ ഉണ്ട്. ആ സ്കിന്നിലൂടെയാണ് അവരെന്ത് നടത്തുന്നത്? റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനം നടത്തുന്നത്. ദെൻ അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് ഫിഷസ് ആണ്. ഫിഷസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാട്ടറിലുള്ള ആനിമൽസ് ആണ്. അപ്പൊ ഈ ഫിഷസിന്റെ റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് ഗിൽസ് ആണ്, ചെകിളപ്പൂക്കൾ. അപ്പൊ ആ ഗിൽസിനുള്ളിലേക്ക് ഓക്സിജൻ എത്തുന്നു, ഗിൽസിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? പുറത്തു പോകുന്നു. അപ്പൊ അവരെന്ന് പറയുന്നത് റെസ്പിറേഷൻ നടത്തുന്നത് വാട്ടറിലുള്ള ഓക്സിജൻ ആണ്. അപ്പൊ വാട്ടറിലുള്ള ഓക്സിജൻ ആണ് എവിടേക്ക് പ്രവേശിക്കുന്നത്? ഗിൽസിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ഗിൽസ് ആണ് അവരുടെ റെസ്പിറേറ്ററി ഓർഗൻസ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ആനിമൽസ് കൂടാതെ തന്നെ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പിറേഷൻ നടത്തുന്നുണ്ട്. അപ്പൊ പ്ലാന്റ്സ് എന്ന് പറയുന്നത് റെസ്പിറേഷൻ നടത്തുന്നത് നമ്മുടെ പോലെ തന്നെയാണ്. അതായത് സെല്ലുലാർ റെസ്പിറേഷൻ തന്നെ അവർക്കും ഉണ്ട്, ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും ഒക്കെ അവർക്കും ഉണ്ട്. അപ്പൊ നമ്മുടെ റെസ്പിറേഷൻ പോലെ തന്നെയാണ് ആരുടെ റെസ്പിറേഷനും പ്ലാന്റ്സിന്റെ റെസ്പിറേഷനും. പക്ഷെ അവർക്ക് നമ്മുടെ കൂട്ട് ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള റെസ്പിറേറ്ററി സിസ്റ്റം ഒന്നുമില്ല. അപ്പൊ അവർക്ക് ശ്വസന വ്യവസ്ഥയൊന്നുമില്ല. അപ്പൊ അവർക്ക് ഏത് പാർട്ടിലേക്കാണോ ഓക്സിജൻ ഒക്കെ വേണ്ടുന്നത് ആ പാർട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുകയാണ്? ഗേഷ്യസ് എക്സ്ചേഞ്ച് നടത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം ലീവ്സിനോ സ്റ്റെമ്മിനോ ഒക്കെ, അതായത് യങ്ങർ സ്റ്റെമ്മൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടം കാണ്ഡത്തിലോട്ടോ അല്ലെങ്കിൽ ലീവ്സിനകത്തിലേക്കോ ഒക്കെ എയർ അല്ലെങ്കിൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കണമെന്നുണ്ടെങ്കിൽ അതിനെ സഹായിക്കുന്ന സ്മോൾ പോർസ് എവിടെയുണ്ട്? ലീവ്സിലും യങ്ങർ സ്റ്റെമ്മിലും ഉണ്ട്. ആ പോർസ് സുഷിരങ്ങളെ വിളിക്കുന്ന പേരാണ് സ്റ്റൊമേറ്റ എന്ന് വിളിക്കും. അപ്പൊ സ്റ്റൊമേറ്റയിൽ കൂടിയാണ് ലീവ്സിലും അതുപോലെ തന്നെ യങ്ങർ സ്റ്റെമ്മ് ഇളം കാണ്ഡത്തിലും ഗേഷ്യസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ വാതക വിനിമയം നടക്കുന്നത്. ഇനി സ്റ്റെമ്മിനകത്തിൽ, അതായത് മെച്ചുറായിട്ടുള്ള സ്റ്റെമ്മ്, കുറച്ചുകൂടി കട്ടിയുള്ള സ്റ്റെമ്മൊക്കെ ആവുമ്പോൾ, അതുപോലെ തന്നെ കട്ടിയുള്ള സ്റ്റെമ്മോ അല്ലെന്നുണ്ടെങ്കിൽ റൂട്ട് വേരോ ഒക്കെ ആണെങ്കിൽ അവിടെയും ചെറിയ പോർസ് ഉണ്ട്. ആ പോർസിനെ വിളിക്കുന്ന പേരാണ് ലെന്റിസെൽസ്. അപ്പൊ ലെന്റിസെൽസിലൂടെയാണ് മെച്ചുവർ സ്റ്റെം അല്ലെങ്കിൽ കട്ടിയുള്ള കാണ്ഡത്തിലും അതുപോലെ തന്നെ റൂട്ട് വേരിലും ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇനി അതുകൂടാതെ തന്നെ സോയിലിൽ നിന്നും റൂട്ടിലുള്ള സെൽസ് എന്ത് ചെയ്യാറുണ്ട്? ഓക്സിജൻ ഒക്കെ റിസീവ് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സിൽ റെസ്പിറേഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് റെസ്പിറേഷൻ നടത്തുന്ന പോലെ തന്നെ പ്ലാന്റ്സിനുണ്ട്. പക്ഷെ അവർക്ക് എന്തില്ല? ഒരു നല്ല റെസ്പിറേറ്ററി സിസ്റ്റം ഒന്നുമില്ല. ലീവ്സും യങ്ങർ സ്റ്റെമ്മും ആണെങ്കിൽ സ്റ്റെമേറ്റ വഴി റെസ്പിറേഷൻ നടത്തും. ഇനി മെച്ചുവർ സ്റ്റെമ്മും റൂട്ടും ഒക്കെ ആണെങ്കിൽ ലെന്റിസെൽസിലൂടെ. ഇനി ഇത് കൂടാതെ സോയിലിൽ നിന്നും റൂട്ടിലുള്ള സെൽസ് ഡയറക്റ്റ് ആയിട്ട് എന്തെടുക്കുന്നുണ്ട്? ഓക്സിജൻ എടുക്കുന്നുണ്ട്. ഇനി ഈ സ്റ്റൊമേറ്റ എന്ന് പറയുന്നത് ഡേ ടൈമിൽ ഓപ്പൺ ചെയ്തിരിക്കും. അതായത് പകൽ സമയം മുഴുവൻ അത് തുറന്നിരിക്കും. രാത്രിയാവുമ്പോൾ സ്റ്റൊമേറ്റ എങ്ങനെയായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. അപ്പൊ പകൽ സമയത്ത് ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. ഫോട്ടോസിന്തസിസിന് പരമായിട്ട് ഓക്സിജൻ ഫോം ചെയ്യും അല്ലെ. ആ ഓക്സിജൻ അവരെന്ത് ചെയ്യും? റെസ്പിറേഷന് വേണ്ടി എടുക്കും. അപ്പൊ കുറച്ച് ഓക്സിജൻ റെസ്പിറേഷന് വേണ്ടിയിട്ട് എടുക്കും, ബാക്കിയുള്ളത് എന്ത് ചെയ്യും? പുറത്തേക്ക് വിടുകയും ചെയ്യും. അതുകൂടാതെ തന്നെ റെസ്പിറേഷന്റെ ടൈമിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ അവര് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യും. ഇനി നൈറ്റ് ടൈമിലാണെങ്കിൽ സ്റ്റൊമേറ്റ ക്ലോസ്ഡ് ആണ് അല്ലെ. ആ സമയത്ത് റെസ്പിറേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ആ സമയത്ത് റെസ്പിറേഷൻ ഗേഷ്യസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ത്രൂ ഡിഫ്യൂഷൻ ആണ്. അതായത് അന്തരീക്ഷ വായുവിൽ നിന്നും ഓക്സിജനെ അവര് ഡിഫ്യൂഷനിലൂടെ ആയിരിക്കും. അതായത്
അറ്റ്മോസ്ഫിയറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന സെൽസ് അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജനെ ഡിഫ്യൂഷനിലൂടെ സ്വീകരിക്കും. അപ്പൊ അങ്ങനെയായിരിക്കും നൈറ്റ് ടൈമിൽ റെസ്പിറേഷൻ നടക്കുന്നത്. അപ്പൊ എന്തായാലും ആനിമൽസിനെ പോലെ തന്നെ പ്ലാന്റ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മളിലായാലും അതുപോലെ തന്നെ മറ്റ് ആനിമൽസിലായാലും പ്ലാന്റ്സിലായാലും എല്ലാം റെസ്പിറേഷൻ എന്ന് പറയുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെ റെസ്പിറേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ ഈസ് കോൾഡ് എയ്റോബിക് റെസ്പിറേഷൻ. അതായത് ഓക്സിജന്റെ സഹായത്തോടു കൂടിയുള്ള ശ്വസനത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്, എയ്റോബിക് റെസ്പിറേഷൻ. ഇനി അതുപോലെ തന്നെ ചില ഓർഗാനിസംസിൽ റെസ്പിറേഷൻ നടക്കുന്നത് വിത്തൗട്ട് ഓക്സിജൻ ആണ്. അതായത് അവർക്ക് ഓക്സിജന്റെ ആവശ്യമില്ല. അത്തരത്തിലുള്ള റെസ്പിറേഷൻ എന്ന് വിളിക്കുന്ന പേരാണ് അനൈറോബിക് റെസ്പിറേഷൻ എന്ന് വിളിക്കും. അവിടെ റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് വിത്തൗട്ട് ഓക്സിജൻ. ഇനി എയ്റോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ ഈസ് കോൾഡ് എയ്റോബിക് റെസ്പിറേഷൻ. Respiration takes place without the help of oxygen is called anaerobic respiration. അപ്പൊ anaerobic respiration നടക്കുന്നതിന് എക്സാമ്പിൾ ആണ് ലാക്ടോബാസിലസ് ബാക്ടീരിയ, ഈസ്റ്റ് തുടങ്ങിയവയൊക്കെ. ഈ ലാക്ടോബാസിലസ് ബാക്ടീരിയ എന്ന് പറയുന്നത് നമ്മുടെ പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ ആണ്. അപ്പൊ ആ പാലിനെ തൈരാക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്, അതായത് മിൽക്കിനെ കേർഡ് ആക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള റെസ്പിറേഷൻ ആണ്, അനീറോബിക് റെസ്പിറേഷൻ ആണ്. അപ്പൊ ലാക്ടോബാസിലസ് ബാക്ടീരിയ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റും, പൈറൂബിക് ആസിഡ് ആക്കി മാറ്റും. അപ്പൊ ഇതിനൊന്നും എന്താവശ്യമില്ല, ഓക്സിജൻ ആവശ്യമില്ല. അപ്പൊ ഈ ഗ്ലൂക്കോസ് പൈറൂബിക് ആസിഡ് ആകുന്ന സമയത്ത് എത്ര ATP ഫോം ചെയ്യും, 2 ATP മോളിക്യൂൾസ് ആർ ഫോംഡ്. ദെൻ അതിനുശേഷം പൈറൂബിക് ആസിഡിനെ വിഘടിപ്പിച്ച് എന്താക്കി മാറ്റുന്നു, ലാക്ടിക് ആസിഡ് ആക്കി മാറ്റുന്നു. അപ്പൊ തൈരിനകത്തിലുള്ള ആസിഡ് ഏതാണ്, ലാക്ടിക് ആസിഡ് ആണ്. അപ്പൊ ആ ലാക്ടിക് ആസിഡ് ഫോം ചെയ്യുമ്പോഴാണ് മിൽക്ക് എന്തായിട്ട് മാറുന്നത്, കേർഡായിട്ട് മാറുന്നത്. അതിനെ സഹായിക്കുന്ന ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ് ബാക്ടീരിയ. അവർക്ക് എന്താവശ്യമില്ല, ഓക്സിജൻ ആവശ്യമില്ല. അവര് ഓക്സിജൻ ഇല്ലാതെ തന്നെ ഗ്ലൂക്കോസിനെ പൈറൂബിക് ആസിഡ് ആക്കുന്നു, പൈറൂബിക് ആസിഡിനെ ലാക്ടിക് ആസിഡ് ആക്കുന്നു. അതുപോലെ തന്നെ ഈ റെസ്പിറേഷൻ എന്ന് പറയുന്ന അനൈറോബിക് റെസ്പിറേഷൻ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്, കോശദ്രവ്യത്തിലാണ്. ഇനി ഈ അനൈറോബിക് റെസ്പിറേഷന്റെ ഫലമായിട്ട് എത്ര ATP മോളിക്യൂൾസ് ആണ് ഫോം ചെയ്യുന്നത്, 2 ATP മോളിക്യൂൾസ് ആണ് ഫോം ചെയ്യുന്നത്. ഇനി അതുകൂടാതെ തന്നെ ഈസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, അപ്പത്തിനൊക്കെ ഉള്ള മാവ് പൊളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓർഗാനിസമാണ് ഏതെന്ന് പറയുന്നത് ഈസ്റ്റ്. ഈസ്റ്റിലും എന്ത് തന്നെയാണ് നടക്കുന്നത്, അനൈറോബിക് റെസ്പിറേഷൻ ആണ്. അവർക്ക് ഓക്സിജന്റെ ആവശ്യമില്ല. അവരും ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ഡൗൺ ചെയ്ത് പൈറൂബിക് ആസിഡ് ആക്കി മാറ്റുന്നു. അപ്പോഴത്തേക്ക് എത്ര ATP ഫോം ചെയ്യും, 2 ATP മോളിക്യൂൾസ് ആർ ഫോംഡ്. സെയിം ആണ് ഇവിടെ പോലെ തന്നെ. ഇനി ഈ പൈറൂബിക് ആസിഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നു. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഉണ്ടാകുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണ്, ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അതായത് ഈ മാവൊക്കെ പുളിച്ചു വരുന്നുണ്ട് അല്ലെ, ആ പുളി എന്ന് പറയുന്നത് എന്തിന്റെ പ്രസൻസ് കൊണ്ടാണ് ഉണ്ടാകുന്ന, ആൽക്കഹോളാണ്. ദെൻ അതുപോലെ തന്നെ അതിനകത്ത് ചെറിയ മാവ് പൊന്തി വരുമ്പോഴത്തേക്ക് അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചെറിയ ചെറിയ സുഷിരങ്ങൾ പോലെ വരാറുണ്ട്. അത് എന്തിന്റെ പ്രസൻസ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസ് ആണ്. അതിനുള്ള കാരണം എന്താണ്, ഈസ്റ്റ് ഗ്ലൂക്കോസിനെ പൈറൂബിക് ആസിഡ് ആക്കി. ആ പൈറൂബിക് ആസിഡിന്റെ വിഘടന ഫലമായിട്ട് ലാസ്റ്റ് ഉണ്ടായത് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അപ്പൊ ഇങ്ങനെ മാവിനെ പുളിപ്പിക്കുന്നു. അപ്പൊ ഈ രണ്ട് ആക്ടിവിറ്റീസും നമ്മുടെ ഡെയിലി ലൈഫിൽ അനൈറോബിക് റെസ്പിറേഷൻ നടത്തുന്നതിന് എക്സാമ്പിൾ ആണ്. അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ അനൈറോബിക് റെസ്പിറേഷനെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, മിൽക്കിനെ കേർഡ് ആക്കുന്നതിനും അതുപോലെ തന്നെ ഫെർമെന്റേഷൻ ഓഫ് ബാറ്റർ, അല്ലെങ്കിൽ ബാറ്ററിനെ സോഫ്റ്റ് ആക്കി മാറ്റാനും നമ്മൾ എന്ത് ചെയ്യുന്നു, മാവ് പുളിപ്പിക്കാനും ഒക്കെ ഈ അനൈറോബിക് റെസ്പിറേഷൻ യൂസ് ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞത്. ഇനി ഇത് കൂടാതെ നമ്മളുടെ ബോഡിയിലും അനൈറോബിക് റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സർസൈസോ അല്ലെന്നുണ്ടെങ്കിൽ വർക്കോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, ഓട്ട മത്സരത്തിലോ ഒക്കെ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അങ്ങ് കുഴഞ്ഞു പോകാറുണ്ട്. അതായത് മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ നന്നായിട്ട് എക്സർസൈസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മസിലിലെ സെൽസിനൊന്നും എന്ത് കിട്ടത്തില്ല, ഓക്സിജൻ കിട്ടത്തില്ല. ആ സെൽസ് അനൈറോബിക് റെസ്പിറേഷൻ നടത്തും. ആ അനൈറോബിക് റെസ്പിറേഷന്റെ ഫലമായിട്ട് എന്ത് ഫോം ചെയ്യും, ലാക്ടിക് ആസിഡ് ഫോം ചെയ്യും. ആ ലാക്ടിക് ആസിഡ് നമ്മുടെ മസിൽ സെൽസിലൊക്കെ അടിഞ്ഞുകൂടും. അതിന്റെ ഫലമായിട്ടാണ് മസിൽസിന് പിന്നീട് മുന്നോട്ട് നീങ്ങാനായിട്ട് പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവും. അപ്പൊ അത് നമ്മുടെ ബോഡിയിൽ അനൈറോബിക് റെസ്പിറേഷൻ നടക്കുന്നതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് നമ്മുടെ റെസ്പിറേഷനെ കുറിച്ചാണ്. നമ്മുടെ റെസ്പിറേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനെ ഓക്സിജന്റെ പ്രസൻസിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി ഫോം ചെയ്യിക്കുന്ന പ്രക്രിയയാണ് അല്ലെ. ഇനി ഈ എനർജി ഫോം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിനോടൊപ്പം കുറെ വേസ്റ്റ് മെറ്റീരിയൽസും ഫോം ചെയ്യും അല്ലെ. അതൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്നും പുറന്തള്ളണം. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇനി വരും ക്ലാസ്സുകളിൽ പഠിക്കാം. എന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.